ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ലോഗ് എടുക്കാനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് യോഹനുമുണ്ട്. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്കൂൾ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വ്ലോഗ് എടുക്കുന്നത്. നമ്മുടെ പെരുമ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഏതാനും ചില വിവരണങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വെറും വ്ലോഗല്ല, ഒരു വിഷ്വൽ ട്രാവലോഗാണ്. സ്ഥാപിതമായതാണ് ഈ കേൾമേരി ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂള്. അന്നത്തെ കാലത്ത് കേരളത്തിലെ തന്നെ ഒന്നാമത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇത്. വളരെയേറെ കുട്ടികൾ അന്നിവിടെ വിദ്യാഭ്യാസം നടത്തിയിരുന്നു. വളരെ വിദൂരങ്ങളിൽ പോലും എത്തി ഇവിടെ വന്ന് താമസിച്ചായിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ധാരാളം സ്കൂളുകൾ, CBSE പോലെയുള്ള സ്കൂളുകൾ വന്നതോടുകൂടി നമ്മുടെ സ്കൂളിന്റെ പ്രസക്തി കുറയുകയും കുട്ടികളുടെ എണ്ണം കുറയുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ 100% വിജയത്തോടുകൂടി നമ്മൾ ഈ ജൈത്രയാത്ര തുടരുകയാണ്. മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഈ സ്കൂളിലുള്ളത്. തീർച്ചയായും ഈ സ്കൂൾ ഈ പരിസരത്തുള്ള എല്ലാവർക്കും വളരെയേറെ പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പള്ളി ഗ്രാമത്തിലെ പുണ്യസ്ഥലമായ പെരുമ്പള്ളി പള്ളിയിലാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. യാക്കോബായ സുറിയാനി സഭയുടെ അതിശ്രേഷ്ഠമായ ദേവാലയങ്ങളിൽ ഒന്നാണ് പെരുമ്പള്ളി സെന്റ് ജോർജ് സുറിയൻ സിമാസന പള്ളി എന്ന് പറയുന്നത്. പെരുമ്പള്ളി തിരുമേനി എന്നറിയപ്പെടുന്നതായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒത്തിരിയേറെ പരിശ്രമം ഈ ദേവാലയത്തിൻ്റെ വളർച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വലിയൊരു വിസ്തൃതമായ ഒരു കാര്യം കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ ഏറെ ഉണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധനായ ഗീവൽ സഹദായുടെയും അതുപോലെ മറ്റേ അഗിവരിയ തമ്പുരാനപ്പെട്ട അമ്മയുടെ സൂനോറോയും അതുപോലെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ യെരുശലേം ഭവനം എന്ന ദേവാലയത്തിൻ്റെ പുറകിൽ ക്രമീകരിച്ചിരിക്കുന്ന യെരുശലേം ഭവനത്തിൽ അനേകം വിശുദ്ധന്മാരുടെ ഒക്കെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏറെ തീർത്ഥാടകരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പുണ്യപ്പെട്ട ദേവാലയം കൂടിയാണ് പെരുമ്പള്ളി പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒത്തിരി തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള യെരുശലേം ഭവനത്തിന്റെ മുൻപിലാണ്. നിൽക്കുന്നത് പെരുമ്പള്ളിയിലെ പുരാതനമായ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീ നരസിംഹസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭക്തികൾക്കും സമർപ്പണത്തിനും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം ഈ ഗ്രാമത്തിന്റെ ഐക്യത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമാണ്. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെരുമ്പള്ളിയുടെ അഭിമാനമായ ഗ്രാമീണ വായനശാലയെ പറ്റിയാണ്. ഇത് ഒരു പുസ്തകശാല മാത്രമല്ല, നമ്മുടെ ഗ്രാമത്തിലെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമാണ്. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് വായനശാല സ്ഥാപിതമായത്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ട പഠന സഹായങ്ങൾ, പുസ്തകങ്ങൾ, പത്രങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ വായനശാല സാംസ്കാരിക പരിപാടികളും വായനാവാരവും സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗ്രാമത്തിലെ ഐക്യത്തിന്റെയും അറിവിന്റെയും വളർച്ചയുടെയും പ്രതീകമാണ്.
മനുഷ്യരാൽ പണിത പണ്ടത്തെ പാലമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് കാൽനട യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു. വാഹനങ്ങൾ പോകുവാൻ അപ്പുറം പുതിയ പാലം പണിത്. ഇതാണ് പാടത്തുകാവ് ഭഗവതി ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ പെരുമ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഭഗവതി ക്ഷേത്രമാണ് പാടത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാ ഭഗവതിയാണ്. ഈ പ്രദേശത്തെ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണിത്. ഇതിനോട് ചേർന്നാണ് പെരുമ്പള്ളിയിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമായ വൈലോപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. പ്രാദേശികമായ ക്ഷേത്രാചാരങ്ങളും വിശേഷ ദിവസങ്ങളിലെ പൂജകളും ഭക്തിയോടെ ഇവിടെ നടന്നു വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെരുമ്പള്ളി നിവാസിയായ ചേട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ പേരെന്താണ്? ഈ കടയൊക്കെ എത്ര നാളായി? ഇവിടെ സന്താന സമാധാനം അതെനിക്ക് എല്ലാവർക്കും ഞങ്ങളുമായി പങ്കുവെച്ചതിൽ ഒത്തിരി നന്ദി. ഞങ്ങൾ ഇനിയും ഓരോ കാര്യങ്ങളുമായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലാണ്. കേൽമേരി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ പ്രദേശത്ത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്കൂളിലും ഇല്ലാത്തതായ നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഗ്രൗണ്ടും നടുമുറ്റവും ചേർന്ന് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ പ്രയർ മുതൽ വൈകുന്നേരം ക്ലാസ് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയം വരെയുള്ള ക്ലാസ്സുകളിൽ കുട്ടികൾ അച്ചടക്കത്തോടും നല്ല മോട്ടിവേഷനോടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കീഴിൽ നന്നായിട്ട് ട്രെയിനിങ് നന്നായിട്ട് പഠിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇംഗ്ലീഷ് റെസിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ളത്. അത് മറ്റുള്ള സ്കൂളിൽ ഏതാണ്ട് മാതൃകയായിട്ട് തന്നെ പിന്തുടരാനായിട്ട് സാധിക്കും. അപ്രകാരം നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ പ്രത്യേകിച്ച് ക്ലാസ് കുട്ടികളുടെ ലീഡേഴ്സ്, ഹെഡ് ബോയ്, ഹെഡ് ഗേള്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്പോർട്സ്, ആർട്സ്, ഡാൻസ്, എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഈ നമ്മുടെ സ്കൂള്. അപ്രകാരം നന്നായിട്ട് പ്രവർത്തിക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഫ്രണ്ട്സ്, നമ്മുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. നമ്മുടെ പെരുമ്പള്ളി ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത് കാൽനട
കാൽനട യാത്രയ്ക്കായി. നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പെരുമ്പള്ളി